ഒരിക്കൽ ഗൗതമ ബുദ്ധനും അനുയായികളും ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു. ആ സമയം രാജാവായ അജാതശത്രു അങ്ങോട്ടേക്ക് കടന്നു വന്നു. എന്നിട്ട് ബുദ്ധനെ നമസ്കരിച്ചുകൊണ്ട് ചോദിച്ചു, "ഓ ലോഡ്, ഞാൻ അങ്ങയുടെ അനുയായി ആയതിനു ശേഷം എല്ലാവരും എന്നെ ചൂഷണം ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം എൻ്റെ ശാന്തതയെ ഇപ്പോൾ മുതലെടുക്കുകയാണ്. ഞാൻ അങ്ങയുടെ അനുയായി ആകുന്നതിന് മുമ്പ് എല്ലാവർക്കും എന്നെ ഭയമായിരുന്നു. എൻ്റെ ക്രൂരമായ സ്വഭാവം കാരണം ഞാൻ അപ്പോഴൊന്നും 2 വട്ടം പോലും ചിന്തിച്ചിരുന്നില്ല ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നതിനായി. പക്ഷേ ഇപ്പോൾ അങ്ങയുടെ മാർഗനിർദ്ദേശം പിന്തുടരാൻ തുടങ്ങിയതിന് ശേഷം ഒരാളെ ശിക്ഷിക്കാനോ ഒരാളോട് ദേഷ്യപ്പെടാനോ എനിക്ക് തോന്നുന്നില്ല. എൻ്റെ മനസ്സിപ്പോൾ നല്ല സ്വസ്ഥമാണ്. എല്ലാവരെയും ഞാനിപ്പോൾ ദയാനുകമ്പയോടെ മാത്രമേ നോക്കാറുള്ളൂ. പക്ഷേ ചില ആളുകൾ എൻ്റെ ഈ സമാധാനം നിറഞ്ഞ അവസ്ഥയെ മുതലെടുത്ത് കൊണ്ടിരിക്കുകയാണ്. ഇത് കാരണം എൻ്റെ രാജ്യത്തെ പ്രജകൾക്കും പ്രശ്നം വന്നിരിക്കുകയാണ്. ഞാനിങ്ങനെയൊക്കെ ആയതിനു ശേഷം രാജ്യത്തെ ഭരണചക്രം തിരിക്കുന്നതിന് ഞാൻ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ദയവായി പറയൂ പ്രഭു, ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്." അജാതശത്രു രാജാവ് പറയുന്നതെല്ലാം കേട്ടതിന് ശേഷം ബുദ്ധൻ മഹാരാജാവിന് ഒരു കഥ പറഞ്ഞു കൊടുക്കുവാൻ ആരംഭിച്ചു. ആ കഥ ഇങ്ങനെയായിരുന്നു. ഒരിക്കലൊരിടത്ത് ഭയങ്കരനായിട്ടുള്ള ഒരു വിഷപ്പാമ്പ് ഒരു വലിയ മരത്തിൻ്റെ മാളത്തിൻ്റെ ഉള്ളിൽ ജീവിച്ചിരുന്നു. ആ മരം നിന്നിരുന്നത് ഗ്രാമത്തിലെ വയലിൻ്റെ ഒരു മൂലയിലായിട്ടായിരുന്നു. ആ പാമ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രകോപനമുണ്ടായാൽ പോലും ആളുകളെ ആക്രമിച്ചിരുന്നു. അങ്ങനെ ഒത്തിരി ആളുകൾ ഈ പാമ്പിൻ്റെ മാരകമായ കടിയേറ്റ് മൃതിയടഞ്ഞു. ആളുകൾ അതോടുകൂടി ആ പാമ്പ് വസിക്കുന്ന മരത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോകാൻ ഭയപ്പെട്ടു. ഒരിക്കലൊരു സന്യാസി ഈ ഗ്രാമത്തിലൂടെ കടന്നു പോകാനിടയായി. യാത്രാമധ്യേ വയലിൻ്റെ അരികിലെത്തിയപ്പോൾ മനോഹരമായിട്ടുള്ള ആ മരം കാണാനിടയായി. അങ്ങനെ ആ സന്യാസി എന്തായാലും ആ മരത്തിൻ്റെ തണലിൽ അല്പസമയം വിശ്രമിക്കാമെന്ന് തീരുമാനിക്കുന്നു. അതേസമയം തന്നെ പശുവിനെ മേയിച്ചുകൊണ്ട് കുറച്ച് ഗ്രാമവാസികൾ ആ വഴിക്ക് പോകുന്നുണ്ടായിരുന്നു. സന്യാസിയെ കണ്ടതും ആ ഗ്രാമവാസികൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ആ മരത്തിൻ്റെ അടുത്തേക്ക് പോകല്ലേ, അവിടെ ഒരു അപകടകാരിയായ വിഷപ്പാമ്പുണ്ട്. ആര് ആ മരത്തിൻ്റെ അടുത്തേക്ക് ചെന്നാലും അവരെയെല്ലാം ആ പാമ്പ് വകവരുത്തും." പക്ഷെ ഗ്രാമവാസികൾ വിളിച്ചു പറയുന്നത് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചിട്ട് ആ സന്യാസി വീണ്ടും ആ വൃക്ഷം ലക്ഷ്യമാക്കി നടന്നു. ഗ്രാമവാസികൾ അപ്പോഴേക്കും ദൂരേക്ക് നടന്നകന്നിരുന്നു. സന്യാസി ആ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാനും തുടങ്ങി. അധികം വൈകിയില്ല. പാമ്പ് മാളത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് പത്തി വിടർത്തി. എന്നിട്ട് ആ സന്യാസിക്ക് നേരെ ചീറ്റിക്കൊണ്ട് കടിക്കാനായിട്ട് പാഞ്ഞെടുത്തു. സന്യാസി എന്തോ മന്ത്രിച്ചുകൊണ്ട് ആ പാമ്പിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അത്ഭുതകരമെന്ന് പറയട്ടെ, ആ പാമ്പ് ആ സന്യാസിയോട് സംസാരിക്കാൻ തുടങ്ങി. പാമ്പ് ആ സന്യാസിയോട് ചോദിച്ചു, സന്യാസി, താങ്കൾക്കെന്നെ ഭയമില്ലേ? താങ്കൾക്കറിയില്ല എന്ന് തോന്നുന്നു, ഇതെൻ്റെ സ്ഥലമാണ്. ആരും ഇങ്ങോട്ട് വരാൻ പോലും ധൈര്യപ്പെടില്ല. അപ്പോൾ ആ സന്യാസി പാമ്പിനോട് ചോദിച്ചു, "മൈ ഡിയർ ഫ്രണ്ട്, അതിനിപ്പോൾ ഇവിടെ എന്താണിപ്പോൾ പേടിക്കാനായിട്ടുള്ളത്? ഞാൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. ഞാൻ മരണത്തെ ഭയപ്പെടുന്നില്ല. ജീവിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്തിനു ഭയക്കണം? മറ്റുള്ളവർ നിന്നെ കൊല്ലുമെന്ന് ഭയന്നിട്ടല്ലേ നീ ഇവിടെ വരുന്നവരെ എല്ലാം കടിക്കുന്നത്?" ഇതെല്ലാം കേട്ടപ്പോൾ ആ പാമ്പ് അന്തിച്ച് ആ സന്യാസിയെ ഒന്ന് നോക്കി. കാരണം ഇതുവരെ ആ പാമ്പ് അനുഭവത്തിൽ കണ്ടത് ഒന്നെങ്കിൽ ആരെങ്കിലും തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ തന്നെ കണ്ട് പേടിച്ച് ഓടി മറയുന്നതോ ഒക്കെയാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളെ, ഭയമില്ലാത്ത ഒരാളെ കാണുന്നത്. ഈ സന്യാസി പറയുന്നതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആ പാമ്പ് ഇഴഞ്ഞിഴഞ്ഞ് വന്ന് ആ സന്യാസിയുടെ കാലുകൾക്ക് സമീപം കാൽക്കൽ വീണ് നമസ്കരിക്കുന്നത് പോലെ കിടന്നുകൊണ്ട് പറഞ്ഞു, "ഓ ലോഡ്, താങ്കൾ പറയുന്നതെല്ലാം സത്യമാണ്. ഞാൻ ഇതുവരെ ഇതെല്ലാം കാണിച്ചു കൂട്ടിയത് എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അങ്ങനെ പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ ആളുകൾ എന്നെ കൊല്ലുമായിരുന്നു." അപ്പോൾ സന്യാസി പറഞ്ഞു, "നീ നിൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണെങ്കിലും ശരിയാണ് മകനെ. പക്ഷേ ഒരു കാര്യം ഓർക്കു കുട്ടി, നിൻ്റെ ജീവൻ എന്ന് പറയുന്നത് ഒരിക്കലും ഇല്ലാതാകും. അതുകൊണ്ട് മറ്റുള്ളവരെ ഇങ്ങനെ കൊല്ലുന്നത് ശരിയാണോ? നിൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന ചിന്ത അവസാനിപ്പിച്ചിട്ട് ജീവഭയം അവസാനിപ്പിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങൂ കുട്ടി. നിൻ്റെ ഹൃദയം മറ്റുള്ളവരോടുള്ള സ്നേഹം കൊണ്ട് നിറയ്ക്കൂ." ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം ആ സന്യാസി അവിടെ നിന്ന് നടന്നു മറഞ്ഞു. ആ പാമ്പ് സന്യാസിയുടെ വാക്കുകളിൽ ആകൃഷ്ടനായി.
എന്നിട്ട് അവൻ തീരുമാനിച്ചു, ഇന്നു മുതൽ അവൻ ആരെയും കടിക്കില്ല എന്ന്. അവൻ അവൻ്റെ ദേഷ്യ സ്വഭാവം നിർത്തി, മറ്റുള്ളവരെ കടിക്കുന്ന സ്വഭാവവും മറ്റുള്ളവർക്ക് നേരെ ചീറ്റി പാഞ്ഞെടുക്കുന്ന സ്വഭാവവും ഒക്കെ അവസാനിപ്പിച്ചു. എന്നാൽ ഇതിൻ്റെ ഫലം തികച്ചും വിരുദ്ധമായിട്ടാണ് സംഭവിച്ചത്. പാമ്പ് ആരെയും ഉപദ്രവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ആളുകൾ ഉടനെ ആ അവസരം മുതലെടുക്കാൻ തുടങ്ങി. അവനെ ഭയപ്പെട്ടവരും അവനെ കണ്ട് ഓടി മറഞ്ഞവരും ഇപ്പോൾ അവനെ പിടിക്കാൻ തുടങ്ങി. ആളുകൾ അവനെ തല്ലാനും മുറിപ്പെടുത്താനും മോശം വാക്കുകൾ അവന് നേരെ പ്രയോഗിക്കാനും തുടങ്ങി. അങ്ങനെ ആ പാമ്പ് തല്ലും അടിയൊക്കെ കൊണ്ട് ആകെപ്പാടെ അവശനായി. അവൻ നിരാശനായി. ജീവിതത്തിലെ ഏറ്റവും കഷ്ടകാലം നിറഞ്ഞ ഘട്ടത്തിലായി അവൻ്റെ അവസ്ഥ. കുറേ നാളുകൾക്ക് ശേഷം ആ സന്യാസി വീണ്ടും മടങ്ങിയെത്തി. ആ മരത്തിൻ്റെ ചുവട്ടിൽ ധ്യാനത്തിലിരിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ പാമ്പിൻ്റെ ശോകമായ അവസ്ഥ അപ്രതീക്ഷിതമായി കാണുന്ന സന്യാസി ആശ്ചര്യപ്പെടുന്നു. ആ സന്യാസി ചോദിച്ചു, മകനെ, നീ ഇങ്ങനെ ഒരവസ്ഥയിലെത്താൻ എന്താണ് ഇവിടെ സംഭവിച്ചത്? ആരാണ് നിന്നെ ഇങ്ങനെ മുറിപ്പെടുത്തിയത്? അപ്പോൾ ആ പാമ്പ് പറഞ്ഞു, ഓ അനുഗ്രഹീത, നീയല്ലേ എന്നോട് പറഞ്ഞത് ദേഷ്യപ്പെടരുത് എന്നും മറ്റുള്ളവരെ കടിക്കരുത് എന്നും? എപ്പോൾ മുതലാണോ ഞാൻ എൻ്റെ ക്രോധ സ്വഭാവം അവസാനിപ്പിച്ച് സമാധാനത്തിലേക്ക് കടന്നത്, അന്ന് മുതൽ ആളുകൾ എന്നെ മുതലെടുക്കാൻ തുടങ്ങി, എന്നെ മുറിപ്പെടുത്താൻ തുടങ്ങി. ഇപ്പോൾ ശരിക്കും എന്നെ ഭയമില്ല. ആളുകൾ വരുന്നു, എന്നെ തല്ലുന്നു, എന്നിട്ട് ഈ അവസ്ഥയിലാക്കിയിട്ട് പോകുന്നു. എൻ്റെ ജീവനം തന്നെ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പാമ്പ് ഇതെല്ലാം പറയുന്നത് കേൾക്കുന്ന സന്യാസി ഉടൻ പറഞ്ഞു, കുട്ടി, എനിക്ക് തോന്നുന്നത് നീ എൻ്റെ മാർഗനിർദ്ദേശത്തെ തെറ്റായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ്. ഞാൻ നിന്നോട് പറഞ്ഞത് ആരെയും കടിക്കരുത് എന്ന് മാത്രമാണ്. നിന്റെ പത്തി വിടർത്തി ചീറ്റി മറ്റുള്ളവരെ ഭയപ്പെടുത്തി സ്വയം പ്രതിരോധം സൃഷ്ടിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല. സ്വയം ജീവൻ രക്ഷിക്കാൻ സ്വയം പ്രതിരോധമെന്ന വണ്ണം ഇത് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. കഥ പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം ബുദ്ധൻ അജാതശത്രു രാജാവിനോട് പറഞ്ഞു, താങ്കൾ എന്താണ് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കിയത്? താങ്കൾ എൻ്റെ ഉപദേശങ്ങൾ ആ പാമ്പ് മനസ്സിലാക്കിയതുപോലെ തന്നെ തെറ്റായ രീതിയിൽ എടുത്തിരുന്നോ? മകനെ, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നത് നിന്റെ ക്രൂര സ്വഭാവം അവസാനിപ്പിക്കാനാണ്, അല്ലാതെ നിന്റെ രാജാവ് എന്ന സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട കർമ്മങ്ങളിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനല്ല. രാജാവ് എന്ന നിലയിലുള്ള നിന്റെ കർമ്മങ്ങളെല്ലാം തന്നെ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ടഫായിട്ട് തന്നെ നീ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നിന്റെ രാജ്യത്തിലുള്ളവരെല്ലാം അച്ചടക്കമുള്ളവരായി മാറും. നീ നിന്റെ നീതി നിർവഹണം യാതൊരു കൂട്ടിച്ചേർക്കലുകളും ഒന്നിനും കീഴ്പ്പെടാതെയും ധാർമ്മികമായി വളരെ ടഫായി തന്നെ നിർവഹിക്കണം. അങ്ങനെ നീ ചെയ്യുന്ന കൂടി പക്ഷം നിന്റെ രാജ്യത്തെ പ്രജകൾക്ക് യാതൊരു അസുരക്ഷിതാവസ്ഥ, അതായത് ഇൻസെക്യൂരിറ്റിയും ഇല്ലാതെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് നീ നിന്റെ ഉള്ളുകൊണ്ട് ഒരു സന്യാസിയും പുറമേ ഒരു രാജാവുമാണ് ആകേണ്ടത്. നമ്മൾ നമ്മുടെ ചുറ്റുപാടിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയാലും ഇതൊക്കെ തന്നെ കാണാൻ പറ്റുമല്ലേ? ഇത് പലപ്പോഴും സംഭവിക്കുന്നത് നല്ല ആളുകളിലാണ്. ആളുകൾ പലപ്പോഴും നല്ല ആളുകളെ മുതലെടുക്കാനും ചതിക്കാനൊക്കെ ശ്രമിക്കും. അതൊക്കെ കൊണ്ട് തന്നെ ആരാണോ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് അവർക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളെയൊക്കെ നേരിടേണ്ടി വരും. ഇങ്ങനെ പ്രയാസപ്പെടുന്നവർ ദയവായി ബുദ്ധൻ പറഞ്ഞു കൊടുത്ത ആ കഥ മനസ്സിലാക്കണം. നമ്മളെ ആരെങ്കിലും മുതലെടുക്കാനോ ചൂഷണം ചെയ്യാനോ ശ്രമിക്കുന്നു എന്ന് തോന്നിയാൽ അവരെ ഒരു പരിധിയിൽ കവിഞ്ഞ് അടുപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒരു അകലം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് പാലിക്കുക. നിങ്ങൾ ആ സമയം സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറണം. ഒരു അഭിനേതാവ് സിനിമയിൽ ദേഷ്യഭാവത്തിൽ പെരുമാറുന്നു എങ്കിലും അയാൾ ഉള്ളുകൊണ്ട് ദേഷ്യത്തിലല്ല. കാരണം അയാൾക്കറിയാം ഇത് സിനിമ മാത്രമാണെന്ന്. ഇതുപോലെ തന്നെ നിങ്ങളും വളരെ സ്മാർട്ടായിട്ട് വൈദഗ്ധ്യത്തോടെ തന്നെ സമർത്ഥമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ സാഹചര്യത്തെയും നേരിടണം. ഇതൊരു ജീവിത കലയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ കല പഠിക്കണം. അങ്ങനെ ചെയ്യുന്ന പക്ഷം ആർക്കും നിങ്ങളെ സന്തുഷ്ടമായിട്ട് ജീവിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ നിങ്ങളുടെ സമാധാനം കെടുത്താനോ ആരെക്കൊണ്ടും ഒരിക്കലും കഴിയില്ല.